എന്റെ ഞാൻ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ളത് ഇവരോടാണ്. ചാനൊക്കെ നമ്മോട് സംസാരിക്കുന്നതാണ്. ഈ ധന്യ നിമിഷത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഈ അക്ബർ ഖാന്റെ. അപ്പോൾ നമ്മുടെ ഈ മംഗല്യ വേളയിൽ, വിവാഹാഘോഷത്തിന്റെ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ചാണോ കണ്ടുമുട്ടി പോകുന്നത് എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി അവർ വേദിയിലേക്ക് വരികയാണ്. ഇങ്ങനെ നമുക്ക് ഇനിയും ഒരുപാട് അതിഥികൾ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഈ മംഗല്യത്തിന്റെ നിമിഷത്തിൽ നമുക്ക് ചേർത്ത് പിടിച്ച് ഒരുപാട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ അക്ബർ ഖാൻ. നമുക്ക് ഒരുപാട് ജനപ്രതിനിധികളൊക്കെ ഇനിയും നമ്മുടെ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരുകയാണ്. നമ്മുടെ MLA മാരും അതുപോലെ MP മാരും ഒക്കെ ഈ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, ഷർവസ് ബിഗ് ബോസിൽ ഗംഭീരമാക്കി, അതുപോലെ തന്നെ സീരിയലിലൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയണോ അക്ബർ ഖാനെ പറ്റി? ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അക്ബറിനെയാണ്. പക്ഷേ എന്റെ ബ്രദറാണ്, ഞാൻ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ളത് ഇവരോടാണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഒരു രണ്ടുപേര് ഞങ്ങൾ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞങ്ങൾ ബിഗ് ബോസിലുള്ള സീസൺ 7 എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും അവസാനം ആ മുഹൂർത്തം വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവിധ ആശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സന്തോഷം. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ മാപ്പിളപ്പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ വർഷങ്ങളോളം മാപ്പിളപ്പാട്ടിന്റെ വേദികളിലൂടെ സഞ്ചരിച്ച് ആ ഒരു പഴയ കാലത്തിന്റെ ഓർമ്മകൾ ഇന്നും എങ്ങും നമുക്കറിയാം. മാപ്പിളപ്പാട്ടിന്റെ സംഗീത വേദികളിലൂടെ ശ്രുതിമധുരമായി നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ